ഹായ്, നമ്മളെപ്പോഴേ വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ പനങ്ങാടാണ് താമസിക്കണേ, പക്ഷേ എനിക്ക് വോട്ട് ചേപ്പനത്താ. രണ്ടും കുമ്പളം പഞ്ചായത്ത് തന്നെയാണ് കേട്ടോ, എറണാകുളം ജില്ലയിലെ. അപ്പോൾ പിന്നെ ചേപ്പനത്ത് തന്നെ വോട്ട് ചെയ്യാമെന്ന് കരുതി. കുറച്ച് ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ഉണ്ട് ഇപ്പോഴും ചേപ്പനത്ത്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പുറത്തുനിന്ന് ഒരുപാട് പേര് വന്ന് താമസിച്ച് സ്ഥലങ്ങളെല്ലാം പോയി, മതിൽക്കെട്ടുകളായി മാറി, പറമ്പുകളെല്ലാം പോയി. എന്നാലും ഈ ഭാഗത്ത് കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം എനിക്കിവിടെ ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം വോട്ടുള്ളത്. ഈ വഴി തന്നെ എൻ്റെ വീട്ടിലേക്ക് പോണത്. ഞങ്ങളുടെ അമ്പലമുണ്ട് ഇവിടെ, കോതേശ്വരം മഹാദേവ ക്ഷേത്രം എന്ന് പറയും, ശിവൻ്റെ അമ്പലം. ഇവിടെ രണ്ട് സൈഡും പാടങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, ആളുകളൊക്കെ നിന്ന് വർത്താനം പറയണേ. ഈ രണ്ട് പാടത്തും ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ നെല്ല് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുക ഉണ്ടോ. എല്ലാം മുതൽക്കെട്ടുകളായി മാറി, ഇതൊക്കെ പുറത്തുള്ള ആൾക്കാർ വാങ്ങിപ്പോയി. ഇനി അങ്ങോട്ട് ഇലക്ഷൻ്റെ തോരണങ്ങളാണ്. നല്ല രസമുണ്ടല്ലേ, പാടങ്ങൾ വെള്ളം കയറി കിടക്കണുണ്ടോ. ഇവിടെ ചേപ്പനത്തിൻ്റെ ചുറ്റും പുഴയാണ്, അപ്പോൾ പുഴയിലേക്ക് എല്ലാ ഈ തോടുകളും കണക്ഷനുണ്ട്. ഈ മതിൽക്കെട്ട് കണ്ടോ, നമ്മുടെ ആശാശരത്തിൻ്റെ വീടാണ് കേട്ടോ അത്. പുള്ളി ഇവിടെ 5-6 വർഷമായി ഇവിടെ വന്ന് താമസിക്കണം. ഡാൻസ് ക്ലാസ് ഉണ്ട്, വയലിൻ ക്ലാസ് എല്ലാം ഉണ്ട്. ഇനിയാണ് നമ്മുടെ സ്കൂള്. രണ്ട് സൈഡും കണ്ടോ പച്ചയൊക്കെ പിടിച്ച് എന്ത് ഭംഗിയല്ലേ. എന്നാ ഇതൊക്കെ നഷ്ടപ്പെടണേന്ന് അറിയില്ല. പിന്നെ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ മോള് സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിച്ചിരുന്നത്. പിന്നെ വലിയ ക്ലാസ്സിലായപ്പോഴത്തേക്കും +2 +1 ഒക്കെ, അതിന് മുമ്പ് ഒരു 7ാം ക്ലാസ് ആയപ്പോഴത്തേക്കും തന്നെ കൊറോണ സമയം വന്നില്ലേ, ആ സമയം തന്നെ വേറെ സ്കൂളിലേക്ക് മാറ്റി, സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റി. ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഞങ്ങളെല്ലാം വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോരുക. ഇത് പനങ്ങാടത്തെ കേട്ടോ, പനങ്ങാടത്തെ ഇലക്ഷൻ്റെ തോരണങ്ങളൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ. എന്തായാലും ഒരു ഉത്സവ പ്രതീതിയാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകണം. ഞങ്ങൾ വൈകുന്നേരം വോട്ട് ചെയ്യാൻ പോയേ, വെയിലും തിരക്കൊക്കെ കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് കണ്ടോ. ഇവിടെയൊക്കെ രണ്ട് സൈഡും പാടങ്ങളായിരുന്നു, ഇവിടെയൊക്കെ പക്ഷെ നികത്തി. ഒരുപാട് താമരയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത് ഈ വഴിയാണ്. ഇത് നേരെ ചെല്ലുന്നതാണ് സ്കൂളുണ്ട്, പനങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും ഈ പാടത്തൊക്കെ താമര ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം അതൊന്നുമില്ല, എല്ലാം നികത്തി. ഇതിപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുക. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ബൈപ്പാസിലേക്ക് കയറാം. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാട്ടോ, മെമ്മറീസ്. ഇത് വായനശാല. ഇത് പനങ്ങാട് അറ്റത്തേക്കുള്ള വഴിയാണ്, അങ്ങോട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയായത്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ ചെന്നാലും പനങ്ങാട് ബസ് സ്റ്റാൻഡാണ്. അതോടെ കഴിഞ്ഞു. പിന്നെ പാടം, പാടമല്ല കേട്ടോ, പുഴ.
വേമ്പനാട്ട് കായൽ. അതിൻ്റെ അപ്പുറം ആലപ്പുഴ ജില്ല ഉടങ്ങുവാണ്, അരുക്കുറ്റി എന്നൊക്കെ പറയും. അരൂര്, അരൂക്കുറ്റി. ഇവിടെയൊക്കെ ഇലക്ഷൻ്റെ തോരണങ്ങളാണ്. പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ അത്രയും ഭംഗിയില്ല. പാടത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഒരു രസമൊന്നുമില്ല. ഈ നിൽക്കുന്ന ആൽമരം കണ്ടോ? ഞങ്ങളുടെ അമ്പലത്തിൻ്റെ താലപ്പൊലിയൊക്കെ തുടങ്ങണ ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജംഗ്ഷനാണ്. ഉണ്ടോ ഒരു സ്റ്റാച്ചു ഉണ്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെ. ഇനി ഇവിടെ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയായി. ഇത് 2020-യുടെയൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. പക്ഷേ ഇലക്ഷൻ അവിടെ ചെന്നപ്പോൾ ഒന്നും കണ്ടില്ല, എന്താണെന്നറിയില്ല. ഓ, വഴിയിലൊക്കെ പിള്ളേരിക്കുക, മാറുമൊന്നുമില്ല അവന്മാർ. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഇവിടെ കേട്ടോ ഓജിയുടെ തറവാടില്ലേ, ഓജീസ് കാന്താരി എന്ന് കേട്ടിട്ടില്ലേ? ഒരു പൂച്ചക്കുഞ്ഞ് വഴിയിരിക്കുന്നു.